സംവിധായകൻ ബൈജു കൊട്ടാരക്കര അതിഥിയായി ചേരുന്നുണ്ട്. സ്വാഗതം ശ്രീ ബൈജു കൊട്ടാരക്കര. നോക്കൂ, ഇത്രയധികം കോളിളക്കം സൃഷ്ടിച്ചു. അതായത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വെളിവാക്കുന്ന പഠിച്ച ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടും ഇത്ര ദിവസമായിട്ടും അതിൽ കമ എന്നൊരക്ഷരം മിണ്ടാൻ എല്ലാ താരങ്ങളും അംഗമായ അമ്മ എന്ന സംഘടനയ്ക്ക് ആയിട്ടില്ല. ആരെയാണ് ഇത്രയും ഭയക്കുന്നത്? ആരെയാണ് സംരക്ഷിക്കുന്നത്? എന്തിനാണ് ഇത്രയും പേടി? അത് ഇന്നലെ നമ്മുടെ സാംസ്കാരിക മന്ത്രി എന്നൊരു കാര്യം പറഞ്ഞായിരുന്നു. എന്താണ്, പണമുള്ളവരെയും പ്രമുഖരെയും ഒക്കെ തൊടാൻ ആർക്കും പറ്റില്ല, എല്ലാ നാട്ടിലും എല്ലായിടത്തും നടക്കുന്നതാണെന്നാണ് സാംസ്കാരിക മന്ത്രി പറയുന്നത്. അതും ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണ് ഈ പറയുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇത് പുറത്തു വരാത്തത് എന്ന്. ഈ റിപ്പോർട്ട് കോടതി പറഞ്ഞ പ്രകാരം പുറത്തു കൊടുത്തിട്ട് പോലും അതിൽ ചില പേജുകൾ വെട്ടിയാണ്, ചില ഖണ്ഡികകൾ, ഏതാണ്ട് 107ഓളം ഖണ്ഡികകൾ കട്ട് ചെയ്തിട്ടാണ് കൊടുത്തതെന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒളിഞ്ഞിരിക്കുന്ന കള്ളത്തരം എല്ലാവർക്കും അറിയാം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതിയിൽ ഇരുന്ന തെളിവ് പോലും വെളിയിൽ പോയിട്ട് അതിനെക്കുറിച്ച് പോലും ഇതൊരു വ്യക്തമായ ഒരു അന്വേഷണം നടന്നിട്ടില്ല. അന്വേഷണം 2 പ്രാവശ്യം അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. റിപ്പോർട്ട് കൊടുക്കാൻ ജഡ്ജി എന്ന് തയ്യാറായിട്ടില്ല. ഈ കാര്യങ്ങൾ അങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ഇപ്പോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ എല്ലാ തെളിവുകളും ആ റിപ്പോർട്ട് മുഴുവനായും സർക്കാരിന്റെ പക്കലാണ്, അതായത് സാംസ്കാരിക വകുപ്പിന്റെ പക്കലാണ്. സാംസ്കാരിക വകുപ്പിന്റെ പക്കലിരിക്കുന്ന ആ റിപ്പോർട്ട് അത് വെളിയിൽ കൊടുത്തപ്പോൾ അതിന്റെ അറ്റവും വാലും ഒക്കെ കട്ട് ചെയ്ത് നമുക്ക് വളരെ വ്യക്തമായി അറിയാം എന്തുകൊണ്ടാണ് ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്ന സൂചനകളും പേരുകളും ഒക്കെ വളരെ വ്യക്തമായി മലയാള സിനിമയിലെ 15ഓളം പ്രമുഖരുടെ പേരുകൾ ഉൾക്കൊള്ളുന്ന കഥയാണ്. ഈ 15 പ്രമുഖർ ആരാണെന്നുള്ള ഞങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായി അറിയാം. ഇത് ഞങ്ങൾ ഇത് സർക്കാർ പുറത്തുവിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇത് പുറത്തുവിടും. അത് യാതൊരു സംശയവും ഇല്ല. കാരണം സൂചനകൾ വെച്ചാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. അല്ല അവരുടെ പേര് ഇന്നത് ചെയ്തു എന്നല്ല. ആ സൂചനകൾ വെച്ച് മലയാള സിനിമയിൽ നടന്നിട്ടുള്ള ലൊക്കേഷനുകൾ നടന്നിട്ടുള്ള ഇപ്പോൾ മാതൃഭൂമിയിൽ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടിയുടെ കാര്യം പറയുന്നു. ആ നടിയുടെ കഥകൾ ഒരു സംവിധായകൻ മുട്ടിയെന്നും അത് അവിടുന്ന് രക്ഷപ്പെട്ടെന്നും അമ്മയ്ക്കും സത്യയ്ക്കും പരാതി കൊടുത്തിട്ട് സംഭവം മാത്രമല്ല, നമ്മളിപ്പം ജഗദീഷിനെ ബന്ധപ്പെട്ടിരുന്നു. എന്തുകൊണ്ടാണ്? കാരണം ഈ പറയുന്ന എല്ലാ താരങ്ങളും അംഗമായ അവർക്ക് വേണ്ടിയാണല്ലോ ഈ സംഘടന. എന്തിനാണ്? അടിസ്ഥാനപരമായി തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതിനൊരു പരിഹാരം കാണാനുമാണല്ലോ ബേസിക്കലി ഒരു സംഘടനയൊക്കെ രൂപീകരിക്കുന്നത്. ഇത്രയധികം ചൂഷണം നടക്കുന്നുവെന്ന് പുറത്തു വന്നിട്ട് എന്തുകൊണ്ടാണ് ശരി ആദ്യത്തെ പഠിച്ച് പറയാം, എത്ര ദിവസം വേണം ഇവർക്ക് പഠിക്കാൻ? അതാണ് ചോദ്യം. അതെ, അത് തന്നെയാണ് പറഞ്ഞത്. ഇത് പഠിക്കാനേ ഒന്നുമില്ല. ഇത് കഴിഞ്ഞു. ഈ 4.5 വർഷം ഇത് പൂഴ്ത്തിവെച്ചു. പക്ഷെ താങ്കൾ അറിയുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഈ റിപ്പോർട്ട് ഇപ്പോഴൊന്നും അല്ല പുറത്തു വന്നത്. ഈ റിപ്പോർട്ടൊക്കെ നേരത്തെ തന്നെ ഈ റിപ്പോർട്ട് പുറത്തായിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. കാരണം ഇതനുസരിച്ചാണ് ഹേമ കമ്മിറ്റി ആയതും. അതുപോലെ തന്നെ ആദ്യം ഹേമ കമ്മീഷൻ ആയിരുന്നല്ലോ. ഈ റിപ്പോർട്ടിനകത്ത് കുഴപ്പങ്ങളുണ്ട്, പ്രമുഖരൊക്കെ കുടിയിരിപ്പുണ്ട് എന്നറിഞ്ഞതിന് ശേഷമാണ് ഈ ഹേമ കമ്മിറ്റി ആയത്. ആ ഹേമ കമ്മിറ്റി ആയി കഴിഞ്ഞിട്ടും ഈ റിപ്പോർട്ട് പുറത്തു വിടാതെ ഇങ്ങനെ പൂഴ്ത്തി വെച്ച് ഏറ്റവും അവസാനം സമ്മർദ്ദത്തിന് വഴങ്ങി ഇത് പുറത്തു വിട്ടപ്പോൾ അതിന് തന്നെ ചില ഖണ്ഡികകൾ കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം ഇതിനകത്ത് കള്ളക്കളി അറിയാം. സർക്കാർ ഇനിയും പഠിക്കാൻ വെച്ചിരിക്കുന്നു. എന്ത് പഠിക്കാനാണ്? പിന്നെ സിനിമ കോൺക്ലേവ് വെച്ചിരിക്കുന്നു. ഈ വേട്ടക്കാരെ കൂടിയിരുത്തി വേണോ കോൺക്ലേവ് നടത്താൻ? ഈ വേട്ടക്കാരെ കൂടിയിരുത്തി കോൺക്ലേവ് നടത്താൻ ശക്തമായ എതിർപ്പുണ്ടാവും. ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ശരി, എവിടെ ആണെങ്കിലും ശരി, ഇതിനെ എതിർത്തിരിക്കും, യാതൊരു സംശയവും. അത് തന്നെയാണ് അതിന്റെ വൈരുദ്ധ്യവും. അതായത് ഈ നേരിട്ട ചൂഷണങ്ങൾ പറയാൻ ഒരു ഇടമില്ല. അത് പറഞ്ഞാൽ സ്വന്തം അവസരങ്ങൾ നഷ്ടമാകുന്നു. 1, സ്വന്തം ജീവന് ഭീഷണി. 2, മൂന്നാമതായി സ്വന്തം കുടുംബക്കാർക്ക് വരെ അവരുടെ ജീവന് പോലും ഭീഷണി ഉണ്ടാകുമെന്നുള്ള മൊഴികൾ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. അത്രയധികം ഭയന്ന് വിശ്വസിച്ചാണ് ഈ ഒരു കമ്മിറ്റിയോട് സംസാരിച്ചത്. അവർ ആരാണോ അവരുടെ ചൂഷണം ചെയ്തത് അവർ ഉൾപ്പെടുന്ന ഒരു വേദിയിലേക്ക് പോയി ഈ വിഷമങ്ങൾ, ഈ പ്രയാസങ്ങൾ, ഈ ചൂഷണങ്ങളൊക്കെ, അതായത് വേട്ടക്കാരനൊപ്പം വേദി പങ്കിട്ട് ഈ ഒരു വിവരങ്ങൾ പറയണമെന്നാണോ നമ്മുടെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഈ അമ്മ സംഘടന ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് തന്നെയാണല്ലോ ഇവർ ഈ കോൺക്ലേവിന്റെ കാര്യമൊക്കെ പറഞ്ഞു ഈ ഒരുക്കൻ മട്ടിൽ മുമ്പോട്ട് പോകുന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ സാംസ്കാരിക മന്ത്രി പറഞ്ഞ പോലെ പ്രമുഖരെയും പണമുള്ളവരെയും ഒക്കെ ഓച്ചാനിച്ച് ഈ നാട്ടിലെ ആളുകൾ നിൽക്കണം. അത് സിനിമാ മേഖലയിലാണെങ്കിലും ശരി, മറ്റേത് മേഖലയിലാണെങ്കിലും, അത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ ഏത് മന്ത്രിസഭയാണെങ്കിലും നിൽക്കണം. ഇങ്ങനെയൊക്കെയാണല്ലോ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി പോലും ഇന്നലെ പറഞ്ഞത്. കാരണം ഇതൊന്നും ശരിയായ നടപടിയല്ല നമ്മുടെ നാട്ടിൽ. ഇതിനകത്ത് ഈ കുറ്റക്കാരെ കോടതി പറഞ്ഞത് കൊണ്ടാണ് ഇത്രയെങ്കിലും ഈ കാര്യങ്ങൾ കൊണ്ടുവന്നത്. ഇനിയും കോടതിയുടെ തലയിൽ വെച്ചിരിക്കുകയാണ്. അത് വരട്ടെ, നമുക്ക് നോക്കാം, പഠിക്കട്ടെ. ഇനി എന്തോന്ന് പഠിക്കാനാണ്?